നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മൊപ്സയിൽ 18 ലക്ഷം രൂപയുടെ ഹൈഡ്രോപോണിക് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ഗോവയിലെ മൊപ്സയിൽ നിന്ന് 18 ലക്ഷം രൂപ വിലമതിക്കുന്ന 180 ഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവുമായി 22 വയസ്സുകാരനായ ലിയോനാർഡോ ദേവ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗിരിമിൽ താമസിക്കുന്ന ഇയാളെ പുതിയ KTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിടികൂടിയത്. 2025 മെയ് 5 നടന്ന ഈ സംഭവം ഗോവയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് കടത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത്. ഗോവയിൽ ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അച്ചടക്ക നടപടികൾ പരിഗണനയിൽ. FDA ഡയറക്ടർ ശ്വേത ദേശായി ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ വിശ്വാസ് റാവ് ലക്ഷ്മൺ റാവ് റാണയെ സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട്. 2025 മെയ് 5 നടന്ന ഈ നടപടി ഭക്ഷ്യസുരക്ഷാ മേൽനോട്ടത്തിന്റെ സാധ്യമായ ദുരുപയോഗം അല്ലെങ്കിൽ അനാസ്ഥയെ തുടർന്നാണ് എന്ന് സൂചനയുണ്ട്. അധികാരിക്കെതിരെ അച്ചടക്ക നടപടികൾ പരിഗണനയിലാണെന്ന് ഉത്തരവിൽ പറയുന്നു. ഗോവയിൽ ഭക്ഷണവും മരുന്നുകളും സുരക്ഷിതവും ഗുണനിലവാരവുമുള്ളതാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കേണ്ട സ്ഥാപനമാണ് FDA. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നൂറുകണക്കിന് ഹോട്ടലുകൾ റെയ്ഡ് ചെയ്ത് പൊട്ടിച്ചതായുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താലിഗാവ് വയലിലെ തീ പടർന്നു, 30 പേരെ രക്ഷപ്പെടുത്തി. താലിഗാവ് കരൺ സാലിം റോഡിനരികിലുള്ള പ്രദേശങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 ടോങ്കോയ്ക്ക് സമീപമുള്ള പാടത്തെ കൊയ്ത്തിന് ശേഷം അവശേഷിച്ച അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിൽ നിന്ന് ആരംഭിച്ച തീ അനിയന്ത്രിതമായി പടർന്ന് 5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. ഇതിനെ തുടർന്ന് വൃദ്ധരും കുട്ടികളും അടങ്ങിയ 30ഓളം ആളുകളെ അഗ്നിശമന സേനാംഗങ്ങൾ അടിയന്തരമായി ഒഴിപ്പിച്ചു. ശക്തമായ കാറ്റും കടുത്ത വേനൽച്ചൂടും മൂലം തീ പെട്ടെന്ന് വ്യാപിച്ചതിനാൽ 4 ഫയർ ടെൻഡറുകൾ, ഒരു ടേൺ ടേബിൾ ലാഡർ, 1 ഡസനിലധികം അഗ്നിശമന സേനാംഗങ്ങൾ, ആംബുലൻസുകൾ, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ തീയിൽ പാമ്പുകളും ആമകളും കരിഞ്ഞുപോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. മൊപ്സയിൽ മിലാഗ്രി ഫെസ്റ്റ് ആഘോഷിച്ചു. മൊപ്സയിലെ സെന്റ് ജെറോം പള്ളിയിൽ മിലാഗ്രി ഫെസ്റ്റ് തിങ്കളാഴ്ച പരമ്പരാഗത ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിവിധ മതങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കത്തോലിക്ക വിശ്വാസികൾ രാവിലെ മുതലുള്ള ദിവ്യബലികളിൽ സംബന്ധിച്ചു. ദിവസം മുഴുവൻ ഭക്തർ എണ്ണ, മെഴുകുതിരി, പണം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥനകൾ ഫലിക്കുമെന്ന വിശ്വാസം പങ്കുവച്ചു. ഹിന്ദു ഭക്തരും വൻതോതിൽ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ കത്തോലിക്കർക്കായി മതം മാറിയ ലൈരായി ദേവിയുടെ ഒരു സഹോദരിയാണ് മിലാഗ്രി സൈബെന്ന് ഹിന്ദു സമൂഹം കണക്കാക്കുന്നു. ലൈരായി ക്ഷേത്രത്തിൽ നിന്ന് എണ്ണയും മിലാഗ്രി പള്ളിയിൽ നിന്ന് പൂക്കളും കൈമാറുന്ന പാരമ്പര്യം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ശക്തിപ്പെടുത്തുന്നു. ആഘോഷത്തിനോടനുബന്ധിച്ച് പള്ളി അങ്കണത്തിൽ മിലാഗ്രി ഫെസ്റ്റ് 2025 എന്ന 5 ദിവസത്തെ വിനോദ പരിപാടികൾ ആരംഭിച്ചു. 3 കൊങ്കണി നാടകങ്ങളും മറ്റു പരിപാടികളും ഉൾപ്പെടുന്നു. പള്ളിയിലേക്കുള്ള വഴിയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മേളയിൽ ഫർണിച്ചർ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോളുകൾ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരമാണ്. പാകിസ്ഥാൻ ഭീഷണിയെ തുടർന്ന് രാജ്യവ്യാപക മോക്ക് ഡ്രിൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഉയർന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് 7 ഗോവ ഉൾപ്പെടെ രാജ്യവ്യാപകമായ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ, ബങ്കറുകൾ വൃത്തിയാക്കൽ, സിവിൽ ഡിഫൻസ് പരിശീലനം, ബ്ലാക്കൌട്ട് നടപടികൾ, ഒഴിപ്പിക്കൽ പദ്ധതികൾ എന്നിവ ഡ്രില്ലിൽ ഉൾപ്പെടും. 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഗ്രാമതലം വരെ ഈ പരിശീലനം നടക്കും. IAF-ഉമായുള്ള ഹോട്ട്ലൈൻ, റേഡിയോ ലിങ്കുകൾ പരിശോധിക്കും. NCC, NSS, NYKS വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും. സുരക്ഷാ ഭീഷണികൾക്കെതിരെ സജ്ജമാകാൻ ഈ ഡ്രിൽ ലക്ഷ്യമിടുന്നു. ഷിർഗാവിൽ ദേവി ലൈരായി ജാത്രയിൽ നിയന്ത്രണങ്ങൾ. ഷിർഗാവിലെ ദേവി ലൈരായി ജാത്രയിൽ ശനിയാഴ്ച ഉണ്ടായ തിക്കിലും തിരക്കിലും 6 പേർ മരിക്കുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് സംസ്ഥാന ഭരണകൂടം കർശന നടപടികൾ സ്വീകരിച്ചു. തിങ്കളാഴ്ച വെണ്ടർമാർ ഇടുങ്ങിയ വഴികളിലെ കടകൾ പൊളിച്ചു നീക്കി. ചൊവ്വാഴ്ച ജാത്രയുടെ അവസാന ദിവസം വിശ്വാസികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല. ദേവസ്ഥാൻ കമ്മിറ്റിയും ഭരണകൂടവും ചേർന്ന് ഈ തീരുമാനങ്ങൾ എടുത്തു. സുരക്ഷ വർദ്ധിപ്പിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ സഹകരിച്ചതിന് കമ്മിറ്റി ചെയർമാൻ ദിനാനന്ദ് ഗോൺകർ നന്ദി പറഞ്ഞു. ജനക്കൂട്ട നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഈ സംഭവം എടുത്തുകാട്ടുന്നു. താലിഗാവിൽ ഈക്കോളൈ. മലിനീകരണം മൂലം ജലക്ഷാമം. താലിഗാവിൽ ജലവിതരണ പൈപ്പ് ലൈനിൽ ഈക്കോളൈ ബാക്ടീരിയ മലിനീകരണം കണ്ടെത്തിയതിനെ തുടർന്ന് PWD ജലവിതരണം പൂർണ്ണമായും നിർത്തി. വോട്ട്ലൈം ഭട്ട്, ബോർഫട്ട് വാർഡുകളിൽ 35 ദിവസമായി ജലക്ഷാമം നേരിടുന്നു. മറ്റു പ്രദേശങ്ങളിൽ ഒരാഴ്ചയിലേറെയായി. ബോർവെല്ലുകൾ ഉള്ളവർ ജലം ഉപയോഗിക്കുന്നു, മറ്റുള്ളവർ ടാങ്കറുകളെ ആശ്രയിക്കുന്നു. ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പഴക്കം ചെന്ന പൈപ്പുകളിലെ ലീക്കാണ് മലിനീകരണത്തിന് കാരണം. PWD പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയയിലാണ്. ഇതിന്
20 മുതൽ 25 ദിവസം വരെ വേണ്ടിവരും. ഗോവയിൽ മിഡ് ഡേ മീൽ ബജറ്റിൽ 2.5 കോടി രൂപയുടെ കുറവ്. 2025-26 അധ്യയന വർഷത്തേക്ക് ഗോവയിൽ 1.58 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മിഡ് ഡേ മീൽ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 35.51 കോടി രൂപ ചെലവഴിക്കും. കഴിഞ്ഞ വർഷത്തെ 38 കോടിയിൽ നിന്ന് 2.5 കോടിയുടെ കുറവാണ് ഈ വർഷം വരുത്തിയിരിക്കുന്നത്. പ്രോഗ്രാം അപ്രൂവൽ ബോർഡിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 3000 കുട്ടികൾ ഈ വർഷം കുറവാണുള്ളത്. 1224 സ്കൂളുകളിൽ 2562 ബാൽവാട്ടിക, 89,584 പ്രൈമറി, 64,801 അപ്പർ പ്രൈമറി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. 238 പ്രവൃത്തി ദിവസങ്ങളാണ് ഈ വർഷമുള്ളത്. പ്രോഗ്രാം അപ്രൂവൽ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് PM പോഷൻ 22.26 കോടി രൂപയും സംസ്ഥാനം 13.25 കോടി രൂപയും മിഡ് ഡേ മീലിനായി നൽകണം. കേപേമിലും അഗോണ്ടയിലും 2 പെൺകുട്ടികൾ മുങ്ങിമരിച്ചു. കേപേമിലെ പടമോൾ, സിർവോയിലെ സെലോലിം കനാലിൽ 8 വയസ്സുകാരി മുങ്ങിമരിച്ചു. കുടുംബ വിവാഹ ചടങ്ങിനെത്തിയ പെൺകുട്ടി കാല് കഴുകാൻ കനാലിലേക്ക് പോയപ്പോൾ അപകടം സംഭവിച്ചത്. 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തി. ഇത് 2 വർഷത്തിനിടെ സെലോലിം കനാലിലെ 5ാമത്തെ മുങ്ങിമരണമാണ്. അഗോണ്ടയിൽ 3 വയസ്സുള്ള പെൺകുട്ടി റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 3ാമത്തെയും 9 ദിവസത്തിനുള്ളിൽ 4ാമത്തെ മുങ്ങിമരണവുമാണിത്. ജലാശയങ്ങൾക്ക് സമീപം സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.